നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ന്യൂസിലാൻഡിനെതിരായ ടി20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിനിടയിലും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശയുടെ ഒരു നിമിഷം സമ്മാനിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ ക്രീസ് വിട്ടത്. റൺമല പടുത്തുയർത്തുന്നതിൽ ഇന്ത്യൻ യുവനിര മത്സരിച്ചപ്പോൾ മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് മുതലാക്കാൻ സാധിക്കാതെ പോയ സഞ്ജുവിന്റെ പുറത്താകൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വെറും 10 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. 7 പന്തുകൾ നേരിട്ട അദ്ദേഹം 2 ബൗണ്ടറികൾ പായിച്ചെങ്കിലും വലിയൊരു ഇന്നിംഗ്സിലേക്ക് അത് വളർത്താനായില്ല. കെയ്ൽ ജാമിസണിന്റെ പന്തിൽ മിഡ് വിക്കറ്റിൽ രജിൻ രവീന്ദ്രയ്ക്ക് ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങിയത്. എന്നാൽ സഞ്ജുവിന്റെ ഈ പുറത്താവലിന് പിന്നിൽ കിവീസ് ബൗളർമാർ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ കണ്ണേറ് കൂടിയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെയും കമന്ററി ബോക്സിലെയും സംസാരം. കമന്റേഴ്സ് കേഴ്സ് എന്ന ക്രിക്കറ്റ് ലോകത്ത് തമാശ രൂപേണ വിളിക്കുന്ന ആ നിർഭാഗ്യകരമായ നിമിഷം നാഗ്പൂരിൽ അരങ്ങേറിയത് സഞ്ജുവിന്റെ കാര്യത്തിലായിരുന്നു. ഏകദിന പരമ്പരയിലെ തോൽവിക്ക് ശേഷം ടി20യിൽ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഓപ്പണറായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിംഗ്സ് തുടങ്ങിയത്. ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ ആക്രമിച്ചു കളിക്കാൻ തുടങ്ങിയതോടെ സഞ്ജുവിനും ആത്മവിശ്വാസം ലഭിച്ചു. 2ാം ഓവർ എറിയാൻ ന്യൂസിലാൻഡ് പേസർ കെയ്ൽ ജാമിസൺ എത്തിയതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജാമിസണിന്റെ ആദ്യ പന്ത് തന്നെ സഞ്ജു സാംസൺ തന്റെ ട്രേഡ്മാർക്ക് ശൈലിയിൽ പുൾ ചെയ്ത് ബൗണ്ടറി കടത്തി. ഈ സമയത്ത് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കറും ഹർഷ ബോഗ്ലെയും സഞ്ജുവിന്റെ ഷോട്ടുകളെ വാനോളം പ്രശംസിക്കാൻ തുടങ്ങി. അടുത്ത 2 പന്തുകളിൽ റൺസ് ഒന്നും നേടാനായില്ലെങ്കിലും 4ാമത്തെ പന്തിൽ സഞ്ജു വീണ്ടും ക്ലാസ് തെളിയിച്ചു. ജാമിസണിന്റെ ലെങ്ത് ബോൾ അനായാസേന മിഡ് വിക്കറ്റിന് മുകളിലൂടെ സഞ്ജു ബൗണ്ടറിയിലേക്ക് പായിച്ചു. ഈ ഷോട്ട് കണ്ടതോടെ ഗവാസ്കറിന് ആവേശമടക്കാനായില്ല. എന്തൊരു ക്ലാസ്, എന്ത് മനോഹാരിത, ബാറ്റിംഗിലെ സൗന്ദര്യമാണ് സഞ്ജു എന്ന രീതിയിലുള്ള അമിത പ്രശംസ ഗവാസ്കർ ചൊരിഞ്ഞു. സഞ്ജുവിന്റെ ടൈമിങ്ങിനെയും സാങ്കേതിക തികവിനെയും അദ്ദേഹം വാഴ്ത്തിപ്പാടി. എന്നാൽ ഗവാസ്കറുടെ ഈ വാക്കുകൾക്ക് സെക്കൻഡുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത പന്തിൽ, അതായത് ഓവറിലെ 5ാം പന്തിൽ സഞ്ജുവിന്റെ വിക്കറ്റ് തെറിച്ചു. മിഡ് വിക്കറ്റിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ച സഞ്ജുവിന് പിഴച്ചു. ബാറ്റിംഗിന്റെ ടൈമിംഗ് അല്പം തെറ്റിയപ്പോൾ പന്ത് നേരെ പോയത് അവിടെ നിലയുറപ്പിച്ചിരുന്ന രജിൻ രവീന്ദ്രയുടെ കൈകളിലേക്കാണ്. അനായാസമായൊരു ക്യാച്ചിലൂടെ സഞ്ജു പുറത്ത്. ഗവാസ്കറുടെ പ്രശംസ കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം വിക്കറ്റ് വീണതോടെ കമന്ററി ബോക്സിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. സഞ്ജുവിന്റെ പുറത്താവൽ കണ്ട ഗവാസ്കറും നിശബ്ദനായി. ഈ നിശബ്ദത ഭേദിച്ചത് സഹ കമന്റേറ്ററായ ഹർഷ ബോഗ്ലെയായിരുന്നു. ഗവാസ്കറുടെ കണ്ണേറ് തമാശ രൂപേണ സൂചിപ്പിച്ചുകൊണ്ട് ബോഗ്ലെ പറഞ്ഞു, സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ക്ലാസും ചാരുതയുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ക്രീസിൽ അതിന് അധികം ആയുസില്ല. സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയെ കൂടി പരോക്ഷമായി സൂചിപ്പിക്കുന്നതായിരുന്നു ബോഗ്ലെയുടെ വാക്കുകൾ. എന്തായാലും സഞ്ജുവിന്റെ പുറത്താവലിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഗവാസ്കറുടെ പുകഴ്ത്തലിനെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റുകൾ നിറഞ്ഞു കഴിഞ്ഞു. വലിയ പ്രതീക്ഷകളോടെ ഓപ്പണറായി എത്തിയ സഞ്ജുവിന് ലഭിച്ച സുവർണാവസരമായിരുന്നു നാഗ്പൂരിലെ ബാറ്റിംഗ് പിച്ച്. പവർ പ്ലേയിൽ ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ മുതലാക്കി വലിയ സ്കോർ കണ്ടെത്താൻ സാധിക്കുമായിരുന്ന പിച്ചിൽ അശ്രദ്ധമായൊരു ഷോട്ടിലൂടെ വിക്കറ്റ് വലിച്ചെറിഞ്ഞത് സഞ്ജുവിന്റെ കരിയറിലെ തന്നെ വലിയൊരു നഷ്ടമായി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ചും ടീമിലെ സ്ഥാനം നിലനിർത്താൻ കടുത്ത മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ. എങ്കിലും സഞ്ജുവിന്റെ മടക്കം ഇന്ത്യൻ സ്കോറിങ്ങിനെ ബാധിച്ചില്ല. സഞ്ജു പുറത്തായെങ്കിലും മറുവശത്ത് അഭിഷേക് ശർമ്മ കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നാഗ്പൂർ കണ്ടത്. ന്യൂസിലാൻഡ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച അഭിഷേക് സഞ്ജുവിന് ചെയ്യാൻ കഴിയാതെ പോയത് എന്താണെന്ന് കാണിച്ചു തന്നു. സഞ്ജു മടങ്ങിയ ശേഷം ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവിനെ സാക്ഷി നിർത്തി അഭിഷേക് ശർമ്മ നടത്തിയ വെടിക്കെട്ട് ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. വെറും 35 പന്തുകൾ മാത്രം നേരിട്ട അഭിഷേക് 84 റൺസാണ് അടിച്ചുകൂട്ടിയത്. അതിൽ 8 കൂറ്റൻ സിക്സറുകളും 5 ബൗണ്ടറികളും ഉൾപ്പെടുന്നു. സ്പിന്നർമാരെയും പേസർമാരെയും ഒരേപോലെ നേരിട്ട അഭിഷേക് നാഗ്പൂരിലെ ഗ്യാലറിയെ ആവേശത്തിലാക്കി. മിച്ചൽ സാറ്റ്നറുടെയും ഇഷ് സോദിയുടെയും സ്പിൻ തന്ത്രങ്ങളെ ക്രീസിൽ നിന്നിറങ്ങി വന്ന് സിക്സറുകൾ പറത്തിയാണ് അഭിഷേക് നേരിട്ടത്.
സെഞ്ചുറിയിലേക്ക് കുതിക്കുമെന്ന് തോന്നിച്ചെങ്കിലും നിർഭാഗ്യവശാൽ 84 റൺസിൽ നിൽക്കെ അദ്ദേഹം പുറത്തായി. എങ്കിലും ഇന്ത്യയുടെ റൺമലയ്ക്ക് ശക്തമായ അടിത്തറയിട്ടത് ഈ പഞ്ചാബ് താരമായിരുന്നു. ഏകദിന പരമ്പരയിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് T20യിൽ തന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്ന സൂചനകൾ നൽകി. 22 പന്തുകളിൽ നിന്ന് 32 റൺസ് നേടിയ സൂര്യ അഭിഷേക് ശർമ്മയ്ക്ക് മികച്ച പിന്തുണ നൽകി. പതിവ് ശൈലിയിലുള്ള 360 ഡിഗ്രി ഷോട്ടുകൾ കുറവായിരുന്നെങ്കിലും വിക്കറ്റ് കളയാതെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയും തന്റെ റോൾ ഭംഗിയാക്കി. 16 പന്തുകൾ നേരിട്ട ഹാർദിക് 25 റൺസുമായി സ്കോറിംഗ് വേഗത നിലനിർത്തി. വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച ഹാർദിക് ഡെത്ത് ഓവറുകൾക്ക് മുമ്പ് തന്നെ ടീമിനെ മികച്ച നിലയിൽ എത്തിച്ചു. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ കണ്ടത് റിങ്കു സിംഗ് എന്ന ഫിനിഷറുടെ മാസ്മരിക പ്രകടനമായിരുന്നു. റിങ്കു ഉണ്ടെങ്കിൽ പേടിക്കാനില്ല എന്ന ആരാധകരുടെ വിശ്വാസം അദ്ദേഹം ഒരിക്കൽ കൂടി കാത്തു. 20 പന്തുകളിൽ നിന്ന് പുറത്താകാതെ 44 റൺസാണ് റിങ്കു അടിച്ചുകൂട്ടിയത്. 4 ഫോറുകളും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു റിങ്കുവിന്റെ ഇന്നിംഗ്സ്. അവസാന ഓവറുകളിൽ ന്യൂസിലാൻഡ് ബൗളർമാർ എന്ത് തന്ത്രം പയറ്റിയാലും അതിനെയെല്ലാം അതിർത്തി കടത്താൻ റിങ്കുവിനായി. റിങ്കുവിന്റെ ഈ ഫിനിഷിംഗ് മികവാണ് ഇന്ത്യയെ 238 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. ന്യൂസിലാൻഡ് ബൗളർമാരിൽ ജാമിസൺ വിക്കറ്റ് നേടിയെങ്കിലും എല്ലാവരും കണക്കറ്റ് അടിവാങ്ങി. 7 വിക്കറ്റ് നഷ്ടത്തിൽ 328 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ഇന്ത്യ ന്യൂസിലാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. നാഗ്പൂർ പിച്ച് ബാറ്റിംഗിന് അനുകൂലമാണെങ്കിലും ഇത്രയും വലിയൊരു ലക്ഷ്യം പിന്തുടരുക എന്നത് കിവീസിന് വലിയ വെല്ലുവിളിയാണ്. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയെങ്കിലും അഭിഷേക് ശർമ്മയുടെയും റിങ്കു സിംഗിന്റെയും വെടിക്കെട്ട് പ്രകടനങ്ങൾ ഇന്ത്യൻ ആരാധകർക്ക് ആഘോഷിക്കാവുന്ന വക നൽകിയിട്ടുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച അവസരം പാഴാക്കിയത് വലിയ തിരിച്ചടിയാണ്. ഗവാസ്കറുടെ വാക്കുകൾ ഒരു തമാശയായി കാണാമെങ്കിലും വരും മത്സരങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്തിയില്ലെങ്കിൽ ടീമിലെ സ്ഥാനം ചോദ്യചിഹ്നമാകുമെന്നത് ഉറപ്പാണ്. മറുവശത്ത് അഭിഷേക് ശർമ്മയെ പോലൊരു യുവതാരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നത് സഞ്ജുവിനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു.